ഇയാള് തിയേറ്ററിൽ പോകുന്നുമില്ല, പക്ഷെ തിയേറ്റർ പൾസ് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ആദ്യം എനിക്കിങ്ങനെ സംശയിച്ചു, ഞാൻ അയ്യോ പൃഥ്വി അത് എന്ന് പറയുമ്പോൾ പറയാം എന്നെ വിശ്വസിക്കും പുള്ളിയുടെ. ആദ്യമേ അതൊന്നും വലിയ പടമായിരുന്നു, ഒന്ന് ഒപ്പിച്ച് അല്ല പോകാൻ. പൃഥ്വിയുടെ ഒരു ഗുണം എന്താ വെച്ചാൽ പുള്ളി മനസ്സിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ജസ്റ്റിഫൈ ചെയ്ത് എന്താണെന്ന് പുള്ളിക്ക് പറഞ്ഞു തരാൻ പറ്റും. ഓഡിയൻസിനെയും നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം അവർ കുറച്ച് നാൾ ഒരു സാധനം അടുപ്പിച്ച് കേൾക്കുമ്പോൾ അവർക്കത് ഇഷ്ടപ്പെടും. ആ കാര്യത്തിലൊക്കെ ഞാൻ വളരെയധികം പൃഥ്വിനെ റെസ്പെക്ട് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് എന്നെ അത് ഓർമ്മിപ്പിക്കായിരുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു വികാരമായിട്ട് മാറി ആൾക്കാർക്ക്. ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു സംഭവം ഏറ്റു. ഞാൻ അന്ന് പറഞ്ഞില്ലേ. ഈ ലാലേട്ടൻ എന്ത് പറഞ്ഞു? ലാലേട്ടൻ്റെ എപ്പോഴത്തെയും പോലെ വളരെ ഹാപ്പി. പുള്ളിക്ക് എന്താ പറയുക നമ്മളുടെ മുള്ളൊരു അന്ധമായ ഒരു വിശ്വാസമുള്ളത് ഒരു റെസ്പോൺസിബിലിറ്റിയായി മാറും. അത് ഈ സീൻ എത്രയോ പ്രാവശ്യം ഞാനിവിടെ സ്റ്റുഡിയോയിൽ ഈ സ്ക്രീനിൽ കണ്ടുകൊണ്ട് ചെയ്തതാണ്. ആദ്യത്തെ പ്രാവശ്യം എനിക്ക് കിട്ടിയ ഗൂസ് ബംസിൻ്റെക്കാളും ഒരു into 100 തിയേറ്ററിലിരുന്ന്. ശരിക്കും തിയേറ്ററിൻ്റെ ഫൗണ്ടേഷൻ ഇളകുന്ന പോലത്തെ ഒരു ചിയറിങ് ആണ് അവിടെ ഉണ്ടായത്. ഇടയ്ക്ക് ഞാൻ തമാശയ്ക്ക് പറയും എനിക്ക് വിശ്വാസമില്ല, ഇല്ല വിശ്വസിച്ചേ പറ്റൂ, നമുക്ക് ഡിഫറെൻറ്റ് എക്സ്പീരിയൻസാണ് വേണ്ടുന്നത്.